ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ ബേസിക്സ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് 5th സെമസ്റ്റർ ബി ഫാമിലെ സെക്കൻഡ് യൂണിറ്റിലെ മൂന്നാമത്തെ പോർഷനായ ഡയൂററ്റിക്സ് ആണ്. സോ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മർക്യൂറൽ ഡയൂററ്റിക്സും രണ്ടാമത്തെ നോൺ മർക്യൂറൽ ഡയൂററ്റിക്സും. സോ മർക്യൂറൈൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെർസാലൈൻ, മെർക്യൂറോഫാലിൻ, മെർക്യാപ്റ്റോ, എക്സെട്ര. ഇത് കുറച്ച് എക്സാമ്പിൾസ്. നെക്സ്റ്റ് നോൺ മെർക്യൂറൽ ഡയൂററ്റിക്സ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ്. സോ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് തയസൈഡ് ഡെറിവേറ്റീവ്. എക്സാമ്പിൾസ് ക്ലോർ തയസൈഡ്, ബെൻസ് തയസൈഡ്, ഫ്ലിമിതയസൈഡ്. നെക്സ്റ്റ് ആണ് ഹൈഡ്രോ തയസൈഡ്സ്. ഇതിലാണ് ഹൈഡ്രോക്ലോർ തയസൈഡ്, ബെൻഡ്രോഫ്ലുമിതയസൈഡ്, സൈക്ലോതയസൈഡ്, ഹൈഡ്രോഫ്ലുമിതയസൈഡ്, എക്സെട്ര. നെക്സ്റ്റ് ആണ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. അതിലാണ് അസറ്റോസോളമൈഡ്, മെത്തോസോളമൈഡ്, എത്തോസോളമൈഡ് വരുന്നത്. ഇനി സൾഫോണമൈഡ് ഡയൂററ്റിക്സിലാണ് ക്വിനിത്തസോൺ, ദെൻ ക്ലോറോതാലിഡോൺ, എക്സെട്ര. ദെൻ ആൾഡോസ്റ്റിറോൺ ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് സ്പൈറനോലാക്ടോൺ, കാൻഡ്രിനോൺ, ആംഫിനോൺ, കാൻഡ്രിനോയേറ്റ്. അടുത്തതാണ് ടെറഡിൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ദെയർ റിലേറ്റഡ് കോമ്പൗണ്ട്. അതിലാണ് ട്രയാംറ്ററിനും അമിലോറൈഡും വരുന്നത്. നെക്സ്റ്റ് ആണ് സൾഫമോയിൽ ബെൻസോയിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇതിലാണ് ഫ്യൂറസിമൈഡ്, ബ്യൂമിറ്റാനൈഡ്, ടോറസിമൈഡ്, പൈരിറ്റാനൈഡ് വരുന്നത്. സോ ഇതെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ലൂപ്പ് ഡയററ്റിക്സ് എന്നും കൂടെ പറയാറുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫിനോക്സി അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്. ഇതിലാണ് എത്താക്രിനിക് ആസിഡ്, ടൈക്രൈനാഫിൻ വരുന്നത്. ഇനി പ്യൂരിൻ ആൻഡ് സാന്തിൻ ഡെറിവേറ്റീവ്സിലാണ് കെഫീൻ, തിയോഫിലിൻ, തിയോബ്രോമിൻ, അമിനോഫൈലിൻ, സാൻറ്റ്യൂറൽ. ഇനി ഓസ്മോട്ടിക് ഡയൂററ്റിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് യൂറിയ, ഐസോസോർബൈഡ്, മാനിറ്റോൾ. നെക്സ്റ്റ് അസിഡിക് ഡയൂററ്റിക്സിലാണ് അമോണിയം ക്ലോറൈഡ് വരുന്നത്. യൂറിക് ഡയൂററ്റിക്സിൽ വരുന്നത് ഇൻഡാക്രിനോൺ ആൻഡ് മിസലേനിയസ് ആയിട്ട് മ്യൂസോലിമൈൻ വരുന്നുണ്ട്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. സോ ഇനി നമുക്ക് ഓരോ സൈറ്റ് നോക്കാം, എവിടേക്കാണ് ഈ ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. സോ ആദ്യം ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഗ്ലോമർലസ് ഉണ്ട്, ദെൻ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്, ദെൻ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫിൽട്രേഷൻ, ഇപ്പോൾ യൂറിൻ്റെ ഫിൽട്രേഷൻ പേർപ്പസിൽ ഇൻവോൾവ് ചെയ്യുന്ന പൊസിഷൻസ് അല്ലേ. സോ ആദ്യം ഫസ്റ്റ് സൈറ്റ് നോക്കുകയാണെങ്കിൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ സൈറ്റാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അടുത്തത് ഓസ്മോട്ടിക് ഡയൂററ്റിക്സ്, രണ്ടാമത്തെ ആക്ഷൻ ഉള്ളത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ തന്നെയാണ്. ഇനി മൂന്നാമത്തെ വരുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി. സോ അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ ഓസ്മോട്ടിക് ഡയൂററ്റിക്സിൽ ഡിസെൻഡിങ് ലിംബിലും കൂടെ ആക്ടിങ് ആണ്. ദെൻ അടുത്ത ലൂപ്പ് ഡയൂററ്റിക്സ് വന്നിട്ട് അസെൻഡിങ് ലിംബ്, അതായത് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് തയസൈഡ്സ്. ഈ തയസൈഡ് വന്നിട്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ് അതിൻ്റെ ആക്ഷൻ കൊടുക്കുന്നത്. ഇനി ലാസ്റ്റത്തെയായ പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സും വന്നിട്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് GFRൻ്റെ പിക്ചർ. എവിടേക്കാണ് ഈ ഡ്രഗ്സ് വന്നിട്ട് ആക്ട് ചെയ്യുന്ന പ്ലേസുകൾ. ആദ്യത്തെ എക്സാമ്പിളായ നമുക്ക് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ. സോ ഇതിലാണ് അസറ്റോസോളമൈഡും മെത്തോസോളമൈഡും വരുന്നത്. സോ മൂവിങ് ടു ദ മെക്കാനിസം പാർട്ട്. സോ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് എൻസൈം ഉള്ളത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ്. സോ മെയിൻ ആക്ഷൻ ഈ കാർബോണിക് ഹൈഡ്രേസിന് എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ട് H2CO3, അതായത് കാർബോണിക് ആസിഡ് ഉണ്ടാവുമെന്നാണ്. ഈ കാർബോണിക് ആസിഡ് പെട്ടെന്ന് തന്നെ അയണൈസ് ചെയ്തിട്ട് H+ അയൺസും ബൈകാർബണേറ്റ് അയൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ പ്രോട്ടോണ് സോഡിയമായിട്ട് ല്യൂമൻ്റെ സൈഡിൽ സോഡിയമായിട്ട് ഒരു എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, അങ്ങനെ ഈ സോഡിയം ഉള്ളിലേക്ക് കടക്കുകയും പ്രോട്ടോൺ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ മെക്കാനിസം എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്കറിയാം ഈ ഒരു കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് എന്നുള്ള പൊസിഷനിലാണ് നമ്മുടെ ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറും കാർബൺ ഡയോക്സൈഡും ചേർന്നിട്ട് എന്തായിട്ട് മാറി, കാർബോണിക് ആസിഡായിട്ട് മാറി. ഇത് വന്നിട്ട് സോഡിയം ബൈകാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും പ്രോട്ടോണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോട്ടോണ് ല്യൂമനിലേക്ക്, ആ ട്യൂബ്യൂൾസിൻ്റെ സൈഡിലേക്കുള്ള പൊസിഷനാണ് ല്യൂമൻ എന്ന് പറയുന്നത്. അതിലേക്ക് എന്ത് ചെയ്തു, പ്രോട്ടോൺ റിലീസ് ചെയ്തു പോയി. ഈ പ്രോട്ടോൺ വരുമ്പോൾ സോഡിയം എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കും. അപ്പോൾ ഈ പ്രോട്ടോണും ബൈകാർബണേറ്റും കൂടെ ചേർന്നിട്ട് വീണ്ടും കാർബോണിക് ആസിഡിൻ്റെ ഈ കാർബോണിക് അൺഹൈഡ്രേറ്റ്സിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നിട്ട് ഇതിനകത്ത് സെല്ലിനകത്തേക്ക് വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രഗ് എന്താ ചെയ്യണം വെച്ചാൽ ഈ ഒരു പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യണം. നമുക്കറിയാം
ഈ കാർബോണിക് അൺഹൈഡ്രേസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആൻറ്റി പോർട്ട്, ഇവിടെ സോഡിയം പ്രോട്ടോൺ ആൻറ്റി പോർട്ട് നടക്കില്ല. ഓക്കെ, പ്രോട്ടോൺ പുറത്തേക്ക് പോയാൽ മാത്രമല്ലേ സോഡിയം അകത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റെപ്പ് നടന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഈ ഉള്ള സോഡിയം യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയി. സോ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ കൂടെ തന്നെ ഈ ബൈകാർബണേറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ദ മെക്കാനിസം ഫോർ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഇനി നമുക്ക് ഡ്രഗുകൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഡ്രഗാണ് അസറ്റോസോളമൈഡ്. അസറ്റോ ഗ്രൂപ്പ്, അസറ്റൈൽ ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് എ അസറ്റൈൽ ഗ്രൂപ്പ്. അമൈഡ് ആണല്ലേ. സോ ദിസ് ഇസ് എൻ അമൈഡ്. ദെൻ ബേസിക് ന്യൂക്ലിയസ്, ഹെറ്ററോസൈക്ലിക് ന്യൂക്ലിയസ് ഇവിടെ ഉള്ളത് തയാഡയസോൾ ആണ്. ഇതൊരു സൾഫോൺ അമൈഡ് കൂടെയാണെന്ന് പറയാം അല്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വന്നിട്ട് ഇവിടെ SO2NH2 ഇല്ലേ. സോ ഇറ്റ് ഇസ് എൻ തയഡയസോൾ സൾഫോൺ അമൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പിൽ ഒരു അസറ്റൈൽ അമൈഡ് ലിങ്കേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ അസറ്റോസോളമൈഡ്. സോ മെയിൻലി ഈ ഡ്രഗ് കൊടുക്കുന്നത് CHF ഉള്ള ആൾക്കാർക്ക് എഡിമ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്കിത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എഡിമ വരുന്നവർക്കും അതുപോലെ സെൻട്രൻസെഫാലിക് എപ്പിലെപ്സീസ് ഉള്ളവർക്കും കൂടെ, അതുപോലെ തന്നെ ആബ്സെൻസ് സീഷേഴ്സ് ഉണ്ടല്ലോ, അതിലും കൊടുക്കുന്ന ഒരു ഡ്രഗാണ് അസറ്റോസോളമൈഡ്. ദെൻ ക്രോണിക് സിമ്പിൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്കും കൂടെ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് അസറ്റോസോളമൈഡ്. അതായത് നമുക്ക് ഒക്യുലാർ പ്രഷർ കുറയ്ക്കാനായിട്ട് അസറ്റോസോളമൈഡ് സഹായിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഇതിന് ഡയററ്റിക് ആക്ഷനും ആൻറ്റി കൺവൾഷൻ ആക്ഷനും കൂടെ ഉണ്ട്. സോ മൂവിങ് ടു ദ സിന്തസിസ് പാർട്ട്. സോ അസറ്റോസോളമൈഡ്, സോ ഹൈഡ്രസിനും അമോണിയം തയോസൈനേറ്റും കൂടെ ചേർന്നിട്ട് നമുക്ക് 1,2-bis തയോ കാർബമോയിൽ ഹൈഡ്രസൈൻ ഫോം ചെയ്യും. ഇത് വന്നിട്ട് ഇനി എന്ത് ചെയ്യാണ്, സൈക്ലൈസേഷനാണ് നടക്കുന്നത്. സൈക്ലൈസേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് അമിനോ 2 ക്യാപ്റ്റോ തയഡൈസോൾ റിങ് കിട്ടും. അതിൽ ഈ അമിനോ ഗ്രൂപ്പ് നമുക്കറിയാം അസൈലേഷൻ റിയാക്ഷനിലേക്ക് ഈസി ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ NHCOCH3 അറ്റാച്ച് ചെയ്തു. അതിനുശേഷം 2 സ്റ്റെപ്പ് ഉണ്ട്. അക്വസ് ക്ലോറിനും പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ കൂടെ നടക്കുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ SH ഗ്രൂപ്പ് എന്തായിട്ട് മാറി, SOOH ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ക്ലോറിൻ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് SO2Cl ആയിട്ട് മാറി. ഈ SO2Cl ഇനി ആരുമായിട്ട് റിയാക്ട് ചെയ്യണേ, അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HCl റിലീസ് ചെയ്ത് കഴിയുമ്പോൾ SO2NH2 ആയിട്ട് മാറി. ഇതാണ് അസറ്റോസോളമൈഡിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രഗാണ് മെത്തോസോളമൈഡ്. മെത്തോസോളമൈഡും എന്താണ്, ഒരു സൾഫണമൈഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്താ ഡിഫറൻസ് ഉള്ളത് നോക്കാം. അസറ്റോസോളമൈഡ് ആയിട്ട് ഈ SO2NH2 എങ്ങനെയും അതുപോലെ തന്നെയുണ്ട്. സോ ഇവിടെ തൈഡൈസോൾ റിങ്ങിൽ ഒരു നൈട്രജനിൽ എന്തുണ്ട്, മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ കാർബൺ വിച്ച് ഇസ് അറ്റാച്ച് ടു, അപ്പോൾ CH3CONH ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് പകരം N+C ഇവിടെ റിങ്ങിൽ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് കോമൺ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മെത്തോസോളമൈഡും അതുപോലെ തന്നെ സൾഫണമൈഡ് ഡെറിവേറ്റീവ് ആണ്, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ കൂടെയാണ്. സോ ഈ ഒരു ഡ്രഗിന് പൊട്ടൻഷ്യൽ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ട് എന്ന് കൂടെ പറയപ്പെടുന്നു. ഇനി യൂസസ് നോക്കുകയാണെങ്കിൽ മോർ പൊട്ടൻ്റ് ആയിട്ടുള്ള കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്ററാണ്. ബാക്കി അതിൻ്റെ പ്രോട്ടോടൈപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഗ്ലോക്കോമയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാം. അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എഡിമ, അതുപോലെ തന്നെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് എഡിമ വരുന്നുണ്ടെങ്കിലും നമുക്ക് മെത്തോസോളമൈഡ് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതുപോലെ പെപ്റ്റിക് മാൽ എപ്പിലെപ്സിക്കും കൂടെ നമ്മൾ ഈ ഒരു മെത്തോസോളമൈഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബാക്കിയുള്ളത് നെക്സ്റ്റ് പോർഷനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.